എന്നാലും എന്റെ കർത്താവേ, ഞാൻ എന്നതൊക്കെയാണോ ഈ കേക്കണേ? അങ്ങേരിങ്ങാനും ഇതെല്ലാം അറിഞ്ഞ ഇവിടെ എന്തൊക്കെ പുകലെ നടക്കാൻ പോകുന്നേ? അമ്മച്ചി വിഷമിക്കണ്ട. ഞാൻ സ്വന്തം ഇഷ്ടത്തിനായി ഇവിടെ വിവാഹം കഴിച്ചെന്ന് അച്ഛനോട് അപ്പച്ചൊന്ന് പറയണം. അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. അമ്പലത്തിലെ പൂജാരി ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയെന്ന് പറഞ്ഞ് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം വരെ വലിച്ചെറിഞ്ഞവനവൻ. ഈ വിവരവും പെട്ടെന്ന് അറിയുമ്പോ ആ ഷോക്ക് അവന് താങ്ങാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പച്ചൻ തൽക്കാലം ഈ വിവരം അച്ഛനെ അറിയിക്കണ്ട. എന്തെങ്കിലുമൊക്കെ നാടകങ്ങൾ കളിച്ച് ഇതിന്റെ ഷോക്ക് നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത ശേഷം നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് കലാശിക്കും. കള്ളം പറയുന്നവരോടും പ്രവർത്തിക്കുന്നവരോടും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് അവന്റേത്. എനിക്കറിയാവുന്നതുപോലെ അവനെ നിങ്ങൾക്കാർക്കും അറിയില്ല. ഞാൻ എല്ലാം അനന്തനോട് തുറന്നു പറയാൻ പോവുക. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട, അപ്പച്ചൻ പോയി പറഞ്ഞിട്ട് വാ. കർത്താവെ, എനിക്കതിനുള്ള ധൈര്യമില്ലാതെ പോയത്. ഇത് രണ്ടും അപ്പച്ചൻ തന്നെയല്ലേ പറയുന്നത്? ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ പോയി പറയാൻ പോകുന്നതൊക്കെ കൊള്ളാം. ഈ രാത്രി എന്നെ റോസ്മേരിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണമെന്ന് അച്ഛൻ പറഞ്ഞാൽ അതനുസരിക്കാൻ കൂടെ അപ്പച്ചൻ തയ്യാറാവണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനും അവളും കൂടെ പോയി വല്ല കായലോ കടലിലോ ചാടി ചത്തോളാം. ഓ അയ്യോ, നിങ്ങളൊക്കെ കൂടെ പ്രാന്ത് പിടിപ്പിക്കും. കർത്താവെ, ഇതിലും പേരെ എന്റെ അങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പോയ കാര്യമെല്ലാം മംഗളമായിട്ട് കലാശിച്ചല്ലോ അല്ലേ? എന്താടോ മേടിച്ചു നോക്കുന്നത്? ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേടോ? സന്ധിച്ചിട്ടുണ്ടായിരുന്നോണ്ട് തടിയുടെയും കൂപ്പിന്റെയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. എടോ ഔസേപ്പച്ച, നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് ഇല്ലേ? അല്ല, അതിനിപ്പോ എല്ലാം ഈശ്വര നിശ്ചയമാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടക്കവും ഒതുക്കുമുണ്ട്. എന്തുകൊണ്ടും അവന് ചേരും. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ. എന്ത് സാഹചര്യം? അവന് വിവാഹപ്രായമായി എന്ന് എനിക്ക് അറിയില്ലേ? അവന്റെ അച്ഛനെന്ന നിലയ്ക്ക് ഉത്തരവാദിത്തോടുകൂടി കർത്തവ്യം ചെയ്യാനുള്ള സന്ദർഭം എനിക്ക് കിട്ടുന്ന വലിയ മീനയിടത്ത് മാണിക്യശ്ശേരിൽ ദിവാൻ പേഷ്കാർ ബാലഗംഗാധര മേനോൻ എന്ന് കേട്ടിട്ടില്ലേ? ആലപ്പുഴ പോകുന്ന വഴി അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ ഞാൻ കണ്ടു. എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഉണ്ണികൃഷ്ണന് വേണ്ടി ആ കുട്ടിയെ ആലോചിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് അവരിങ്ങോട്ട് താല്പര്യം കാണിച്ചു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ അങ്ങോട്ട് വാക്ക് കൊടുത്തു. അല്ല, ഉണ്ണിക്കുട്ടിയെ ഒന്ന് കാണാതെ ഒരുപക്ഷെ അവൻ ഇഷ്ടപ്പെടാതെ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. എനിക്ക് സംശയം പെണ്ണിന് അവനെ ഇഷ്ടപ്പെടുമെന്നാ. എല്ലാം നമ്മുടെ ഭാഗ്യമാ. ഐശ്വര്യമുള്ള കുട്ടി, സാമ്പത്തികമായി നല്ല ചുറ്റുപാട്, പേര് കേട്ട കുടുംബം. വിവാഹ നിശ്ചയത്തിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോ കുട്ടിയുടെ അച്ഛൻ പറയാ, ഞാൻ വാക്ക് കൊടുത്തോടെ അവരെ സംബന്ധിച്ചിടത്തോളം കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണെന്ന്. എല്ലാം പറയുന്നത് നീ വിഷമിക്കണ്ട. നിനക്കും ഞാനൊരു പെണ്ണെ കണ്ടുപിടിക്കാം. എന്നിട്ട് നിന്റെയും ഉണ്ണിയുടെയും കല്യാണം ഞങ്ങളുടെ കല്യാണം നടന്ന പോലെ ഒരേ ദിവസം ഒരേ പന്തലിൽ വെച്ച് ഞാൻ നടത്തും. എന്താടോ? എന്താ മോളെ ഇത്? എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ഞാൻ കാരണം ഇവിടുള്ള എല്ലാവരുടെയും മനസ്സമാധാനം പോയി. ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് ആലോചിക്കുന്ന ടെൻഷൻ അടിക്കല്ലേ. അച്ഛന്റെ നല്ല മൂഡ് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട താമസമല്ലേ ഉള്ളൂ. പിന്നെ നോക്കിക്കോ, ദേ കാര്യങ്ങൾ സൂപ്പർ സോണിക്കിന്റെ സ്പീഡിലായിരിക്കും നടക്കുന്നത്. നാട്ടുകാരറിഞ്ഞുള്ള വിവാഹം, ഫസ്റ്റ് നൈറ്റ്, പിന്നെ ഹണിമൂൺ. ചിരിക്കണോ? ചിരിക്കണോ? ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉറങ്ങിയിട്ടേ ഇല്ല. എല്ലാരും കൂടെ ചേർത്ത് കൊലക്ക് കൊടുത്ത് അടങ്ങൂ. എന്ത് പറ്റിയ പച്ച? കുന്തം എന്തിനാണ് അതിന്റെ കാലത്ത് കൊണ്ട് കെട്ടിയെടുത്തത്? അത് പിന്നെ റോസ് ഇവിടെ ഒറ്റയ്ക്ക്. എന്നെ ചോദ്യം മനുഷ്യ ഇത് കെട്ടി പെണ്ണുവിടുള്ളപ്പോ മിണ്ടിപ്പോരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതാ,
വിവരങ്ങളെല്ലാം അനന്തനോട് പറഞ്ഞ് അവന്റെ അനുഗ്രഹം വാങ്ങി 4 പേരറിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് മതി ഈ ഭാര്യാഭർത്താക്കന്മാരാകുന്നതൊക്കെ. അതുവരെ നീ നിന്റെ വീട്ടിലും ഇവൾ ഇവിടെയും കഴിഞ്ഞോണം. ഇനി അച്ഛൻ സമ്മതിച്ചില്ലെന്ന് വെച്ച് ഉണ്ണിക്ക് റോസിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ചിലപ്പോ അതിനും തയ്യാറാകേണ്ടി വരും. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അച്ഛനെ പേടിക്കുന്നതാ അപ്പച്ചന്റെ കുഴപ്പം. പേടി ഉണ്ടടാ എനിക്ക്. ഈറ്റപ്പുലിയെ പോലെ അവൻ ശത്രുക്കളുടെ പുറത്ത് ചാടി വീഴുന്നത് കണ്ട് ഞാൻ പോലും പേടിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സമാധാനിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പച്ചൻ വിചാരിച്ച ഇതും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നടക്കില്ല. കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഇറങ്ങി തിരിച്ചപ്പെടലേ വേറൊരു കല്യാണത്തിന് വാക്ക് കൊടുത്തിട്ടാവും വന്നത്. കൊടുത്ത വാക്ക് മാറ്റേണ്ടി വന്നാൽ ആത്മഹത്യക്ക് പോലും മടിക്കാത്തവനാവൻ. കർത്താവേ, ആ പേഷ്കാരുടെ കൊച്ചുമോളുടെ കല്യാണാലോചന താനേ തട്ടിപ്പോണേ. എന്നാ പരിമല പള്ളിയിൽ ഞാനൊരു 100 മെഴുകുതിരി കത്തിച്ചേക്കാം. ഒരു കാര്യം ചെയ്യാം, വിലാസിനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവളോട് ഞാൻ പറയാം. നന്നായിരിക്കും. ഈ വിവരം വിലാസിനെ അനന്തനോട് പോയി പറയേണ്ട താമസമേ ഉള്ളൂ. ഇവനോടൊപ്പം അവരെ അനന്തൻ അടിച്ചിറക്കും. ഒരു ഐഡിയ. അച്ഛന് റോസിനോടൊരു പ്രത്യേക വാത്സല്യം തോന്നിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ആലോചിച്ചാലോ? ആ ശരിയാ. വാത്സല്യം തോന്നുന്നവരൊക്കെ അവൻ പിടിച്ച് നിനക്ക് കെട്ടിച്ചു തരും. അല്ല അപ്പച്ച, ഉണ്ണി പറയുന്നതിലും കാര്യമുണ്ട്. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഏത് ഉരുക്ക് മനുഷ്യന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. നമുക്ക് ആ വഴിയിലൊന്ന് ചിന്തിച്ചു വെച്ചാലോ? അയ്യോ അച്ഛൻ രാവിലെ കൂപ്പിലോട്ട് പോകുന്നു പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നെ ഇപ്പൊ ഇവിടെ കണ്ട ആ കുഴപ്പമാവും. നീ അകത്ത് പോയി വിളിച്ചു. എന്റെ കർത്താവേ, ഇത് വല്ല സംശയവും തോന്നിട്ട് വരുന്നതാണോടാ? ഏയ്, ആ തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വാ, ഇങ്ങോട്ട് ഇരിക്കാം. ഇരിക്കേ. സ്വകാര്യമാ, നിന്റെ മുറിയിലിരിക്കാം. എന്നാ നമുക്ക് അതെ, അവിടെ ഇരിക്കാം. എന്താ നിന്റെ മുറിയില് ബോംബ് വല്ലതും വെച്ചിട്ടുണ്ടോ? ഉണ്ട്. നിന്റെ ഒരു തമാശകള്. ആ, അവിടെ അവിടെ എന്തിനാടോ തട്ടുന്നേ? അകത്ത് ആരെങ്കിലും? തന്റെ മുറിയിൽ ആരിരിക്കാനാ? അവിടെ ആരും ഇല്ല. തനിക്ക് വട്ടായോ? ഇങ്ങോട്ട് വാടോ. ഇൻകം ടാക്സിന്റെ ഓഫീസിൽ നിന്ന് ചില പേപ്പറുകൾ വന്നിരിക്കുന്നു. നോട്ടീസ്, റിട്ടേൺസ് എല്ലാം കൊടുത്താണല്ലോ. അതെ. തിയേറ്ററിലെ എൻട്രീസില് എന്തെങ്കിലും കുഴപ്പം പറ്റണോ നമുക്ക് അന്വേഷിക്കണം. തിയേറ്ററിൽ പോണം, ഓഡിറ്ററെ കാണണം, ഇൻകം ടാക്സ് പോണം. ഇതാരാടോ? ആ അതെ, ഇവന്റെ അപ്പച്ചയുടെ അമ്മച്ചയുടെ കെട്ടിയവന്റെ പെങ്ങളുടെ അമ്മച്ചിയുടെ മകളുടെ ഒരു മകളാ. അകന്ന ബന്ധുവാ. പേര് റോസ്മേരി. അച്ഛൻ അറിയാൻ വഴിയില്ല. മഹാമാന്ത്രിയനായിരുന്ന കല്ലേങ്കാട്ട് ശ്രീചക്രം മനയിലെ അഗ്നിഹോത്രി തിരുമേനിയുടെ പിന്തുടർച്ചക്കാരിയാ. ആ. റോസിന്റെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ നമ്പൂതിരി ഫാമിലിയാ. നമ്പൂരിയോ? ആ പടയോട്ട കാലത്ത് എല്ലാവരും കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഫാമിലി വെച്ച് നോക്കുമ്പോ ഇപ്പോഴുള്ള പല മേനോൻ നായർ ഫാമിലിയെക്കാളും അന്തസ്സും ആഭിജാത്യമുള്ള തറവാടാ ഇവരുടെ. കൊള്ളാം. മോളെ കൊടുത്തല്ലേ, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാം. അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അതെ, അപ്പൊ നീ പോടാ. അപ്പൊ നമുക്ക് പോണ്ടേ? എന്താ അത്യാവശ്യമായിട്ട് കാണുന്ന പറയുന്നത്? പറയാം. വന്ന കാലം നിൽക്കാതെ വാ. ആഹാ, എന്നാ വിലാസിനി, അടുക്കളപ്പണിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? ഓ, അതൊക്കെ അങ്ങനെ കിടക്കും. കുഞ്ഞനാമ്മ എന്താ പതിവില്ലാതെ ഈ നേരത്ത്? ഓ, ഞങ്ങൾ ഒരിടം വരെ പോയേച്ചു വരിക. അപ്പൊ അത് ഞാൻ ഉണ്ണിയുടെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. പിന്നെ ഇവളും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാ പിന്നെ ഇതിലെ ഒന്ന് കയറിച്ചു പോവാന്ന് വെച്ചു. അല്ല, ഇതാരെന്ന് പറഞ്ഞില്ലല്ലോ. ആ, ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞില്ലായിരുന്നോ? റോസ്മേരി. ആ, ആ, ഇനി ഇവള് കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടാവും. വാ മോളെ ഇരിക്കേ.